വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 21, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം. അവർ ജെറൂസലേമിനെ സമീപിക്കവേ ഒലീവ് മലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഓസാന! അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശരായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. കഴുതപ്പുറത്തുള്ള രാജകീയ യാത്ര. തന്റെ ജീവിത പ്രയാണം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു തന്റെ ജീവിതത്തിൽ താൻ ചെയ്തു തീർക്കേണ്ട ചില അനിവാര്യമായ കൃത്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. രാജകീയമായ ജെറൂസലം പ്രവേശനം യേശുവിനെ നിർവഹിക്കേണ്ടിയിരുന്നു. അതിനായി ശിഷ്യന്മാരുമൊത്ത് യേശു ഒലിവ് മലയുടെ താഴ്വാരത്തെത്തി. അവിടെ വെച്ച് ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വിടുന്നു. അവരോടായിട്ട് പറയുന്നു, ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കഴുതയെയും അടുത്ത് തന്നെ അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് തടസ്സം പറഞ്ഞാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഉടനെ തന്നെ അവർ അവയെ വിട്ടയക്കും. യേശു നിർദ്ദേശിച്ച പോലെ ശിഷ്യന്മാർ പ്രവർത്തിച്ചു. തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണ് ഇതിലൂടെ മത്തായി അനുവാചകരുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. യേശുവിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ കഴുതയെയും കുട്ടിയെയും യേശുവിന്റെ അടുത്തിലേക്ക് എത്തിച്ചു. ആ കഴുതയുടെ മുകളിൽ അവരിൽ ചിലർ വസ്ത്രങ്ങൾ വിരിച്ചു. യേശു കഴുതപ്പുറത്ത് കയറിയിരുന്നു. അവിടെ ജനങ്ങൾ ക്ഷണനേരം കൊണ്ട് ഒഴുകിയെത്തി. വന്നവരൊക്കെ ആഘോഷത്തിമിർപ്പിലാണ്. അവർ അവരുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ വീഥികളിൽ വിരിച്ചു. പലരും മരച്ചില്ലകൾ ഒടിച്ച് 2 ഭാഗങ്ങളിൽ നിന്ന് ആവേശപ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ജനങ്ങൾ തിങ്ങിക്കൂടി. ഒരു റാലി എന്ന രീതിയിൽ യാത്ര ആരംഭിക്കുകയാണ്. ഉടനെ സ്വതസിദ്ധമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുടെ പ്രയോഗങ്ങൾ ആ ജനക്കൂട്ടത്തിൽ നിന്നുണ്ടാകുന്നു. ഹോസാന, ദാവീദിന്റെ പുത്രൻ ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്നും മറ്റുമുള്ള വാക്യങ്ങളാണ് ആ റാലിയിൽ മുഴങ്ങിക്കേട്ടത്. ഇന്നോളം ലോകചരിത്രത്തിൽ ഒരു ഭരണാധിപനും രാജകീയമായിട്ടുള്ള യാത്ര കഴുതപ്പുറത്ത് നടത്തിയിട്ടില്ല. എന്നാൽ ലോക നിയന്താവായ യേശു കഴുതയുടെ പുറത്ത് രാജകീയമായിട്ടുള്ള യാത്ര നടത്തുകയാണ്. റാലി ജെറൂസലത്ത് എത്തിച്ചേർന്നു. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ജെറൂസലം നഗരം മുഴുവൻ വിളകിവശായി. ജനങ്ങൾ ഒന്നടങ്കം ഓടിക്കൂടി. അവർ പരസ്പരം ചോദിച്ചു, ഇവനാര്? കഴുതപ്പുറത്ത് ആഘോഷമായിട്ട്
ആധികാരിക ഭാവത്തോടുകൂടെ കടന്നുവരുന്ന ഇവൻ ആര് എന്ന് അവർ പരസ്പരം ചോദിച്ചു. അതിന് സ്വതസിദ്ധമായ രീതിയിൽ ജനക്കൂട്ടത്തിൽ നിന്ന് ഉത്തരം മുഴങ്ങി, ഗാലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ഇയാൾ. ഇതായിരുന്നു ജനക്കൂട്ടത്തിന്റെ ഉത്തരം. അങ്ങനെയെല്ലാം ദൈവപദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിലാണ് സംഭവിക്കുന്നത് എന്ന വസ്തുതയാണ് സുവിശേഷകനായ മത്തായിക്ക് അനുവാചകരെ ബോധ്യപ്പെടുത്താനുള്ളത്. അങ്ങനെ യേശു തന്റെ രക്ഷണീയ കൃത്യത്തിന്റെ ഓരോ പടികൾ കയറി അവ പൂർത്തീകരിക്കുകയാണ്.